വന്യമൃഗശല്യം മൂലം കുത്തനെ ഇടിഞ്ഞ് മൂന്നാറിലെ ശീതകാല പച്ചക്കറി കൃഷി. മേഖലയിൽ 4 വർഷം കൊണ്ടില്ലാതായത് 250 ഹെക്ടർ കൃഷിയാണ്. പ്രധാന ഉൽപാദന മേഖലയിൽ കൃഷി തകർന്നത് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് വകുപ്പിന്റെ കണ്ടെത്തൽ. പച്ചക്കറികൾ മൂന്നാറിന്റെ കാലാവസ്ഥയിൽ യഥേഷ്ടം വളരും. ക്യാബേജും ക്യാരറ്റും ബീറ്റ്റൂട്ടും റാഡിഷുമൊക്കെയാണ് മേഖലയിലെ പ്രധാന വിളകൾ. എന്നാൽ കാട്ടാനശല്യം രൂക്ഷമായത് കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. 2022-ൽ മൂന്നാർ പഞ്ചായത്തിൽ മാത്രം 350 ഹെക്ടർ പച്ചക്കറി കൃഷിയുണ്ടായിരുന്നു. 4 വർഷം കൊണ്ട് ഇത് 100 ഹെക്ടറിലേക്ക് ചുരുങ്ങി. ഇപ്പോ നമുക്ക് വളരെ കുറച്ച് കൃഷി മാത്രമാണ് മൂന്നാർ പഞ്ചായത്തിൽ ഉള്ളത്. കാരണം വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ആന, മ്ലാവ്, പന്നി തുടങ്ങിയ വന്യമൃഗങ്ങൾ നമ്മുടെ കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ്. കാട്ടാനകളെ കൂടാതെ കാട്ടുപോത്തുകളും കൃഷിനാശം ഉണ്ടാക്കാറുണ്ട്. കമ്പനികളുടെ അനുവാദത്തോടെ പ്ലാന്റേഷൻ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളാണ് കൃഷിക്കാരിലധികവും. സ്വന്തം ഭൂമിയില്ലാത്തതിനാൽ നഷ്ടപരിഹാരം പോലും ഇവർക്ക് ലഭിക്കാറില്ല. யானை நாங்கள் கஷ்டப்பட்டு உண்டாக்குறோம், அதை ஒன்றும் எங்களுக்கு மிஞ்சிறதில்லை. காட்டு மாடு வந்து அழிச்சிருது யானை. நாங்கள் நிறைய கஷ்டப்பட்டு உரம் வாங்கி 1000 ரூபாய்க்கு உரம் வாங்கி போட்டோம், அதெல்லாம் ஒன்றும் மிஞ்சலை. காட்டு மாடு யானைங்களோட தொல்லை அதிகமாக இருக்குது சார். நாங்கள் வந்து வயலில் எவ்வளவுதான் தோட்டத்தில் பயிர் பண்ணாலும் அழிச்சிட்டு போயிடுது. ஒவ்வொன்றத்தையும் பார்க்கறதுக்கு கண்ணு முழிச்சு நைட்டெல்லாம் காட்டு மாடு வருதா யானை வருதா அப்படின்னு சொல்லிட்டு தான் நாங்கள் பார்த்துட்ருக்கோம். പച്ചക്കറികൾ തേടിയെത്തുന്ന വന്യമൃഗങ്ങൾ ലയങ്ങൾക്കടുത്ത് തമ്പടിക്കുന്നതും തൊഴിലാളികൾ കൃഷി ഉപേക്ഷിക്കാൻ കാരണമാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ മേഖലയിലെ കൃഷി പൂർണ്ണമായും അവസാനിക്കും. മീഡിയ 1 ഇടുക്കി.